പ്ലസ് ടു ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2017 ജൂൺ മാസത്തിലെ എക്സാമിന്, അതായത് സേ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു എ DC സോഴ്സ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ്. അപ്പോൾ ഒരു LCR സർക്യൂട്ട് DC സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL = 0 ആയിരിക്കും. ഒരു DC സോഴ്സുമായിട്ട് LCR സർക്യൂട്ട് കണക്ട് ചെയ്താൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് റെസൊണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട് ദ EMF ആൻഡ് കറണ്ട് ആർ. റെസൊണൻസ് കണ്ടീഷൻ, LCR സർക്യൂട്ടിന്റെ ഒരു റെസൊണൻസ് കണ്ടീഷനിൽ EMFും കറണ്ടും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2017 മാർച്ചിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. They are in same phase, out of phase, having a phase difference of pi/2, having a phase difference of pi/6. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. റെസൊണൻസ് കണ്ടീഷനിൽ എന്താണ് EMFും കറണ്ടും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ they are in same phase. റെസൊണൻസ് കണ്ടീഷനിൽ EMFും കറണ്ടും സെയിം ഫേസിലായിരിക്കും, അല്ലെങ്കിൽ ഇൻ ഫേസിലായിരിക്കും. ഇതാണ് ആൻസർ. ഇനി ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് V. തന്നിരിക്കുന്ന സർക്യൂട്ട്, അതിന്റെ ബി പാർട്ടിൽ തന്നിരിക്കുന്ന സർക്യൂട്ട് തന്നിരിക്കുന്നത് LCR സർക്യൂട്ട് തന്നെയാണ്. എല്ലിന്റെ വാല്യൂ നമുക്ക് 600 വോൾട്ടും തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 300 വോൾട്ടും തന്നിരിക്കുന്നു. അതുപോലെ തന്നെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 400 വോൾട്ടും തന്നിരിക്കുന്നു. അപ്പം ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് 600 വോൾട്ടും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് 300 വോൾട്ടും അതുപോലെ നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് 400 വോൾട്ടുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് V. ഇവിടെയുള്ള V എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ, വിയുടെ വാല്യൂ എത്രയും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. V = root of VL minus VC square plus VR square, അല്ലെങ്കിൽ VR square plus VL minus VC all square നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി root of ഇതിൻ്റെ അകത്ത് VLന്റെ വാല്യൂ 600 തന്നിട്ടുണ്ട്, VCയുടെ വാല്യൂ 300 തന്നിട്ടുണ്ട്, അതുപോലെ VRന്റെ വാല്യൂ 400 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ V = 500 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ വോൾട്ടേജ് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 500 വോൾട്ട് എന്ന് കിട്ടും. 2017 മാർച്ചിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ എ സർക്യൂട്ട് ക്യാരിയിങ് ആൻ ഐഡിയൽ കോയിൽ വിത്ത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ദ പവർ ഡിസിപ്പേറ്റഡ് ഈസ്. ഒരു സർക്യൂട്ടിൽ നമ്മൾ ഐഡിയൽ കോയിൽ, അതായത് റെസിസ്റ്റൻസ് 0 അല്ലെങ്കിൽ 0യോട് അടുത്തുള്ള ഒരു ഐഡിയൽ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ദ പവർ ഡെസിപ്പേറ്റഡ് ഈസ്, ഈ സർക്യൂട്ടിലുള്ള പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ പവർ ലോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഫൈൻഡ് ദ ഇംപിഡൻസ്. തന്നിരിക്കുന്ന സർക്യൂട്ടിലെ ഇംപിഡൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 15 ഓം ആണ്, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ളത് 3 ഓം ആണ്, അതുപോലെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള 5 ഓം ആണ്. അങ്ങനെയെങ്കിൽ ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംപിഡൻസ് Z = XL - XC all square പ്ലസ് R square ആണ്. ഇവിടെ പ്ലസ് സൈൻ ആണ്, മൈനസ് സൈൻ അല്ല, പ്ലസ് സൈൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 15 - 3 all square പ്ലസ് 5 square. നമുക്ക് എന്ത് കിട്ടും? 12 square പ്ലസ് 5 square എന്ന് കിട്ടും. നമുക്ക് 13 കിട്ടും. ഇംപിഡൻസ് = 13 ഓം. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മൈനസ് അല്ല, ഇത് പ്ലസ് സൈൻ ആണ്. XL - XC all square പ്ലസ് R square എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഒരു ട്രാൻസ്ഫോമറിന്റെ കോറിന് 2 പ്രോപ്പർട്ടീസ് ആണ് തന്നിരിക്കുന്നത്. കോർ ഈസ് ലാമിനേറ്റഡ്. ട്രാൻസ്ഫോമറിന്റെ കോർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്റീരിസിസ് സ്ലോപ്പ് ഈസ് നാരോ. അപ്പം ട്രാൻസ്ഫോമറിന്റെ കോറിനുള്ള 2 പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് പ്രോപ്പർട്ടി. ഇതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് പറയാം. കോർ ലാമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹിസ്റ്റീരിസിസ് ലൂപ്പ് നാരോ ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കാരണം എന്താണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു, വാട്ട് ഈസ് മീൻ ബൈ റെസൊണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട്. എന്താണ് ഒരു LCR സർക്യൂട്ടിലെ റെസൊണൻസ് എന്ന് പറയുന്നത്? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനു വേണ്ടിയാണ് കോർ ലാമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്?
അതിൻ്റെ സർഫസിൽ എഡ്ഡി കറണ്ട് ലോസ് ഉണ്ടാവും. അപ്പം ലാമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കോറിൻ്റെ സർഫസിൽ എന്നുണ്ടാവും എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് എനർജി ലോസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനർജി ലോസ്, എഡ്ഡി കറണ്ട് മൂലമുള്ള എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഹിസ്റ്റീരിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരോ ഹിസ്റ്റീരിസിസ് ലൂപ്പുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മാഗ്നറ്റൈസേഷൻ, ഡീമാഗ്നറ്റൈസേഷൻ സൈക്കിളുകൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹിസ്റ്റീരിസിസ് മൂലം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും എനർജി നഷ്ടപ്പെടുകയും ചെയ്യും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ് നാരോ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഒരു LCR സർക്യൂട്ടിന്റെ ഇംപിഡൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ്. ക്വസ്റ്റിൻ്റെ അകത്ത് വാട്ട് ഈസ് മീൻ ബൈ റെസൊണൻസ് ഇൻ ആൻ LCR സർക്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ബി പാർട്ടിന്റെ ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. റെസൊണൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട്. റെസൊണൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട് occurs when the inductive and capacitive reactance are equal in magnitude but cancel each other because they are 180 degrees apart in phase. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് LCR സർക്യൂട്ടിൻ്റെ അകത്ത് XL-ഉം XC-യും, ഇതാണ് ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ √R² + XL - XC ഹോൾ സ്ക്വയർ ആണ്. R² + XL - XC ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമ്മളോട് XL-ഉം അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. റെസൊണൻസ് കണ്ടീഷനിൽ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ വാല്യൂസ് നമുക്ക് ഈക്വൽ ആയിട്ട് മാറും. അതായത് Z = നമുക്ക് √R² അല്ലെങ്കിൽ Z = R എന്ന് നമുക്ക് കിട്ടും. XL = XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ω_L = 1/ωc എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ω_L = 1/ωc. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ω² = 1/L²C², അല്ലെങ്കിൽ നമുക്ക് ω = 1/√LC which is known as resonance frequency. ഇംപിഡൻസ് റെസൊണൻസ് കണ്ടീഷനിൽ ഇംപിഡൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇംപിഡൻസ് ഈസ് മിനിമം അറ്റ് റെസൊണൻസ്. അതിന്റെ അർത്ഥം എന്താണ്? ഇംപിഡൻസ് മിനിമം ആണെന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് ദ കറണ്ട് ബിക്കംസ് മാക്സിമം. കറണ്ട് മാക്സിമം ആയിരിക്കും. ഇതാണ് ഒരു LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. Next question. Figure given below shows a series LCR circuit connected to a variable frequency source. ഒരു വേരിയബിൾ ഫ്രീക്വൻസി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് LCR സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഡിറ്റർമൈൻ ദ സോഴ്സ് ഫ്രീക്വൻസി അറ്റ് റെസൊണൻസ്. റെസൊണൻസിലുള്ള സോഴ്സ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസിന്റെ വാല്യൂ 40 ഓം തന്നിട്ടുണ്ട്. അതുപോലെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ 80 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ 5 ഹെൻറി എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളോട് ഫ്രീക്വൻസി, സോഴ്സ് ഫ്രീക്വൻസി അറ്റ് റെസൊണൻസ്, റെസൊണന്റ് ഫ്രീക്വൻസി എത്രയും നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റെസൊണൻസ് ഫ്രീക്വൻസി F = 1/2π √LC. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. 1/2 പൈയുടെ വാല്യൂ 3.14 √5 ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 5 × 80 മൈക്രോ ഫാരഡ് എന്നാണ് തന്നിരിക്കുന്നത്. 80 × 10⁻⁻⁶. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 7.96 ഹെർട്സ് എന്ന് കിട്ടും. 7.96 ഹെർട്സ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആണുള്ള ആവശ്യപ്പെട്ടിരുന്നത് സോഴ്സ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണൻസിലുള്ള സോഴ്സ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് കിട്ടി 7.96 ഹെർട്സ് എന്ന് കിട്ടി. ട്രാൻസ്ഫോമേഴ്സ് either increase or decrease AC വോൾട്ടേജ്. നമുക്കറിയാം ട്രാൻസ്ഫോമർ രണ്ടു തരമുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ആൻഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. AC വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുമാണ് ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലേബൽ ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ലേബൽഡ് ഡയഗ്രാം ഉപയോഗിച്ച് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 3 എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ വരാവുന്ന ഏതെങ്കിലും 3 എനർജി ലോസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സെക്ഷൻ ഈ പാർട്ട് 8 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പാർട്ട് ഒന്ന് റെഫർ ചെയ്യാം.
ഈ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പലതരം ലോസുകളെ കുറിച്ച് നമ്മൾ ആ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. കോപ്പർ ലോസ്, അയൺ ലോസ്, ഹിസ്റ്റീരിസിസ് ലോസ്. ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കോയിലിന്റെ റെസിസ്റ്റൻസ് മൂലം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ എന്തുണ്ടാകുന്നു, എനർജി ലോസ് ഉണ്ടാകുന്നു. അതാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എഡ്ഡി കറണ്ട് ഫ്ലോ മൂലം എന്ത് ചെയ്യുന്നു, അതിന്റെ ട്രാൻസ്ഫോമറിന്റെ കോറിൽ ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി ലോസ് ആണ്. ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ മൂലം എന്തുണ്ടാകുന്നു, ഈ ഹിസ്റ്റീരിസിസിൽ ലോസ്, അതായത് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും മൂലം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, കോറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി ലോസ് ആണ് ഹിസ്റ്റീരിസിസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 8 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളെങ്കിൽ ആ ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് റെഫർ ചെയ്യുന്നു. 2015 ജൂണിൽ എക്സാമിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പവർ ഡെവലപ്ഡ് ഇൻ ആൻ എ സി സർക്യൂട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് P is equal to VI cos phi. പവർ കാണാനുള്ള എ സി സർക്യൂട്ടിലെ ഇക്വേഷൻ ആണ് P is equal to VI into cos phi. In certain circuits, not power is developed even though current flows through it. ചില സർക്യൂട്ടിൽ പവർ ഒന്നും കറണ്ട് കടന്നു പോകുമ്പോഴും പവർ ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. നോ പവർ ഈസ് ഡെവലപ്ഡ് ഈവൻ ദോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഐഡന്റിഫൈ സച്ച് എ സർക്യൂട്ട് ഫ്രോം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ആ സർക്യൂട്ട് ഏതെന്ന് കണ്ടെത്തണം. ഒന്നാമത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട്, എ സി സർക്യൂട്ട്. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ഒരു റെസിസ്റ്റർ മാത്രമുള്ള എ സി സർക്യൂട്ട്. ഇൻഡക്റ്റീവ് ആൻഡ് റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്ടറും റെസിസ്റ്ററുമുള്ള LR സർക്യൂട്ട്. അടുത്തത് റെസിസ്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് RC സർക്യൂട്ട്, റെസിസ്റ്ററും കപ്പാസിറ്ററുമുള്ള സർക്യൂട്ട്. ഇതിൽ ഏത് സർക്യൂട്ടിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോ പവർ ഈസ് ഡെവലപ്ഡ് ഈവൻ ദോ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. തന്നിരിക്കുന്നവയിൽ ഏത് സർക്യൂട്ടിലാണ് പവർ ഒന്നും ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ലാത്തത്? പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. തൊട്ട് മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Which of the following circuit can be used to produce LC oscillation? തന്നിരിക്കുന്നവയിൽ LC oscillations പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഏതാണ്? LR സർക്യൂട്ട്, LCR സർക്യൂട്ട്, LC സർക്യൂട്ട്, RC സർക്യൂട്ട്. നമുക്കറിയാം LC സർക്യൂട്ട്, നമ്മൾ LC ഓസിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിൻ്റെ അകത്ത് LC സർക്യൂട്ടിൽ എങ്ങനെയാണ് പവർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ഓസിലേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ചൂസൺ സർക്യൂട്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ എങ്ങനെയാണ് LC ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 7 എന്ന് പറയുന്ന സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. LC ഓസിലേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ LC സർക്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ ആ ഭാഗം ഒരിക്കൽ കൂടി ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏകദേശം ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സെക്ഷൻ ഒരിക്കൽ കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്